ഇന്നലെ രാവിലെ 7:30യോടെയാണ് പ്രസന്നകുമാർ പായിപ്പാട്ട വീട്ടിൽ നിന്ന് കാറിൽ ജോലി സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയത്. വീടിന്റെ ഗേറ്റിന് മുന്നിൽ കാത്തുനിന്ന അക്രമി സംഘം കാറ് കണ്ടയുടൻ വടിവാളടക്കമുള്ള ആയുധങ്ങളുമായി ചാടി വീണു. കാറ് തല്ലി തകർത്തു. പക്ഷേ പ്രസന്നകുമാർ വാഹനം നിർത്തിയില്ല. അക്രമികൾ കുറേ ദൂരം കാറിന് പിന്നാലെ ഓടി. അപ്രതീക്ഷിത ആക്രമണം കണ്ട് പേടിച്ച പ്രസന്നകുമാർ നേരെ പോയത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക്. ഇത് 4ാമത്തെ ആക്രമണമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇതിന് മുമ്പേ 3 പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ എല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളതും അവരെ ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് താക്കീത് നൽകി പറഞ്ഞു വിട്ടിട്ടുള്ളതാണ്. ഇത് വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നെ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ എൻ്റെ ജീവൻ ഇല്ലാതാക്കിയാണ്. അക്രമികളെ പ്രസന്നകുമാറിന് പരിചയമില്ല. അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസികളുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിൽ പ്രതികാരം തീർക്കാൻ അയൽവാസി നൽകിയ കൊട്ടേഷനാണോ എന്നാണ് സംശയം. അയൽവാസിയായ സാന്ധ്യ എന്ന് പറയുന്ന ഒരു യുവതിയാണ്. അവർക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ്. ഇപ്പോൾ തന്നെ അവർക്ക് 8-9 FIR അവരുടെ പേരിലുണ്ട്. അവർക്ക് പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി അവർ തലകറങ്ങി താഴെ വീണ് അങ്ങനെ ഒരു FIR-ഉം നിലവിലുണ്ട്. ഇന്നലെ പുലർച്ചെ മുതൽ അക്രമി സംഘം പ്രസന്നകുമാറിന്റെ വീടിന് സമീപത്തുണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. CCTV-കൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.